മാതാ അമൃതാനന്ദമായി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. വലിയ പ്രശ്നമൊന്നുമില്ല, ജീവനോടുകൂടി ഉണ്ട് ഞാൻ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. മാതാ അമൃതാനന്ദമയി മഠത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടനും ജീവനോടുകൂടി ഉണ്ട്. ആ ചേട്ടനും പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. സാധാരണ രീതിയിൽ മാതാമൃതാനന്ദമയിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീർക്കുന്നുള്ളതാണ് കേൾക്കാറ്. നാരായണൻ KP എന്ന് പറഞ്ഞുള്ള ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വാളിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നുകൂടി ഞാൻ ഈ വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ടിന്യൂസ്ലി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് മഠത്തിൽ നടക്കുന്നത് എന്നുള്ളത് പുറം ലോകത്ത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ പുതിയ കുറച്ച് വീഡിയോസ് ഉണ്ട്, അതിൻ്റെ അപ്ഡേറ്റ്സാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. വടപ്പുറം സുധാമണി അമ്മയുടെ മഠത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേൾക്കാം. നോട്ട് നിരോധനം വന്നപ്പോൾ അമ്മ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു സന്യാസിയെ അവിടുന്ന് ഇവിടേക്ക് അയച്ചു. ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടായിരുന്നത് കോയമ്പത്തൂരുള്ള കോളേജിലായിരുന്നു. ആ പണമൊക്കെ വിശ്വസ്തരായ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള പല ഭക്തന്മാരുടെ കയ്യിലും കൊടുത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും മാറ്റിയെടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. ആ പണം ഇപ്പോഴും ഒരാളെ അയച്ച് പിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ തരില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് നയമായി പറഞ്ഞ് വാങ്ങുവാനും സംസാരിക്കുവാനും വണ്ടിയും കൊടുത്ത് ഒരാൾ പോവാറുണ്ട്. അഥവാ തരുന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയും വാങ്ങും. പാപം വരും, ഇത് ധർമ്മസ്ഥാപനത്തിൻ്റെ പണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി തന്നെ ഒരാൾ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പുറത്തുള്ളവർ അധർമ്മം ചെയ്യും, കള്ളപ്പണമൊക്കെ സൂക്ഷിക്കും, പോട്ടെ. പക്ഷേ ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പറയുന്നവർ ഇത്രമാത്രം കള്ളപ്പണം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് കുറേ ആപ്പിളിൻ്റെയും മറ്റും കമ്പ്യൂട്ടറുകൾ വാങ്ങിയിട്ടു, കണക്കില്ലാതെ പഴയ വണ്ടികൾ മേടിച്ചു. ഇന്നതെന്നൊന്നും പറയാനില്ല, പൈസ എങ്ങനെ ചെലവാക്കണം എന്നറിയാതെ രീതിയായിരുന്നു. ഇത് പാവങ്ങൾക്ക് സേവനം ചെയ്യാതെ സൂക്ഷിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്തേവാസികൾ എല്ലാവരും തന്നെ നിഷ്കാമ സേവനമാണ് ചെയ്യുന്നത്. അവരാരും തന്നെ ശമ്പളം പറ്റുന്നില്ല. അപ്പോൾ ആ വരുമാനം പാവങ്ങൾക്ക് കൊടുക്കാനല്ലേ തയ്യാറാവേണ്ടത്? ഗവൺമെന്റിനെ വെട്ടിച്ചും തട്ടിച്ചുമാണ് ഈ പറഞ്ഞുള്ള അമൃതാനന്ദമയി അമ്മ മുന്നോട്ട് മഠവും ബാക്കി പരിപാടികളും നടത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. 10 വർഷം മുമ്പ് വോട്ട് നിരോധിച്ച സമയത്ത് അന്ന് പലരുടെയും അക്കൗണ്ടിലേക്ക് ഫ്ലോ ചെയ്ത ഫണ്ട് ഇപ്പോഴും ഇവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ടും തീരാത്ത ഈ ഫണ്ട് ഇപ്പോൾ എത്ര അക്കൗണ്ടിൽ എത്ര ഫണ്ട് ഏതൊക്കെ രീതിയിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്? അന്വേഷിക്കണ്ട, ആരും അന്വേഷിക്കുകയേ വേണ്ട. പിന്നെ ഇവർക്ക് ഭയങ്കര ഈസി ആയിരുന്നു. കാരണം ഇവരുടെ ആശ്രമത്തിൽ എത്രയോ ഭക്തർ ഇപ്പം ഇയാളെ പോലുള്ളവർ വന്നിട്ട് 1 രൂപ പോലും പ്രതിഫലം ആഗ്രഹിക്കാതെ സർവീസ് സേവനം എന്നുള്ള രീതിക്ക് സെൽഫ്ലെസ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിച്ച് പിന്നെ ഈ വ്യക്തിയെ പോലുള്ളവർക്ക് സംഗതി മനസ്സിലായി, അവിടെ ആത്മീയത വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ബാങ്കിലിട്ട അക്കൗണ്ടിലിട്ട പൈസ ഞങ്ങളെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ബുദ്ധിമോശത്തിന് അവിടെ പോയി പെട്ടായിരിക്കും, കുറച്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുന്നത് എന്ത് ഇതിനും വലിയൊരു അധോലോകം വേറെ ഇല്ല എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്ന സമയത്ത് കാശ് അക്കൗണ്ട് ജീവിക്കാൻ ഞാൻ പറയുമ്പോൾ സന്യാസി എന്നൊക്കെ പറയുന്നത് ഫോർ മീ, ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണ്, ഏറ്റവും വലിയ മടിയന്മാരും മടിയത്തികളാണ് ആ പരിപാടിക്ക് പോകാറ്. കാരണം എല്ലാത്തിൽ നിന്നും വേർപിരിഞ്ഞ് പോകാനുള്ളൂ. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും കട്ട് ചെയ്ത് എവിടെയെങ്കിലും പോയിട്ട് ധ്യാനം കൂടി ജീവിക്കുക. കാരണം ഒരു തരത്തിലും ഒരു നോർമൽ മനുഷ്യൻ ലൈഫിൽ ടാക്കിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് അവർക്ക് ടാക്കിൾ ചെയ്യേണ്ട. കുടുംബപരമായിട്ടൊന്നുമില്ല, ചുറ്റുപാടുകളിൽ നിന്നൊന്നുമില്ല. ദൈവം എന്ന് മാത്രം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അതിനൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ പോവുക. സന്യാസി എന്നല്ലോട്ടെ, ഞാൻ എല്ലാം അങ്ങനത്തെ ദൈവവിളിക്ക് കേട്ട് പോകുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ അവരുടെ ജീവിതം ഭയങ്കര ഓക്കെയാണ്. നമുക്കറിയോ ഒരു ബാക്കി വേറെ സെക്ഷൽ ലൈഫ് എങ്ങനെയാണ് അവരുത് എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അവർ എല്ലാം ത്യജിച്ച്, എന്ത് ത്യജിച്ചത്? ഡ്രസ്സ് ഇടുന്നത് ത്യജിച്ചിട്ടുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നത് ത്യജിക്കാറുണ്ടാവും. ഇനിയിപ്പോൾ അത് ത്യജിച്ചവരുണ്ടാവും ചിലപ്പോൾ, എന്നാലും കഴിക്കാതിരിക്കില്ലല്ലോ, ഭക്ഷണവും കഴിക്കും. ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡേ ടു ഡേ ലൈഫിൽ ഒരു നോർമൽ മനുഷ്യനെ പോലെ ജീവിക്കണം. അതാണ് ഏറ്റവും വലിയ സീൻ. അതിൽ നിന്നൊക്കെ ഓടി മാറി രക്ഷപ്പെട്ടു പോയി ഏതെങ്കിലും ഒരു മഠത്തിലോ ഏതെങ്കിലും ഇതേപോലുള്ള സ്ഥലത്ത് പോയി കയറും.
എന്നിട്ട് ലാസ്റ്റ് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് അപ്പോഴാവും മനസ്സിലാക്കുക അയ്യോ ജീവിക്കാൻ പറ്റില്ല ഇനി എന്തെങ്കിലും വേണം. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലായിരിക്കാം അക്കൗണ്ടിൽ കുറച്ച് കാശ് കിടക്കുന്നുണ്ടല്ലോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് കാശ് വെളുപ്പിക്കാൻ വേണ്ടി കൊടുത്തതായിട്ടും കുറേ പൈസ ഉണ്ടാവും, തിരിച്ചു കൊടുക്കില്ല. പിന്നെ ഈ ചോദിക്കുന്ന പോലെ എന്താ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരാൾ വണ്ടിയിൽ പോയിട്ട് ആ കാശ് തിരിച്ചു തരുമോ, ഇല്ലെങ്കിൽ മറ്റേ അമൃതാനന്ദമയി അമ്മേൻ്റെ കാശാണ് ഈ മഠത്തിൻ്റെ കാശാണ് നിങ്ങൾ പണ്ടാറങ്ങിപ്പോവും, ഇങ്ങനെയൊന്നും ആവില്ല. അടിയാളും നോക്കൊക്കെ പിടിച്ച് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാവും വാങ്ങുന്നത്. അതും 10 വർഷമായിട്ട് കൊടുക്കാതിരിക്കുന്നവന്മാരുണ്ടെന്നുണ്ടെങ്കിൽ കില്ലാടികളാണ് അവന്മാർ. കൊറോണ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ചുവന്ന പഴങ്ങൾ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അന്ന് കടയിലൊന്നും ഈ പഴങ്ങൾ വേണ്ട. അതുകൊണ്ട് ആശ്രമത്തിലുള്ള അന്തേവാസികൾക്ക് അത് പഴുപ്പിച്ച് ഡെയിലി 2-3 പഴം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്ത പഴത്തിന് 125 രൂപ വെച്ച് എല്ലാ അന്തേവാസികളുടെ കയ്യിൽ നിന്നും ഈടാക്കി. ഞാൻ പറഞ്ഞല്ലോ മാസത്തിൽ 1000 രൂപ അന്തേവാസികൾക്ക് കൊടുക്കും. അതിൽ നിന്ന് ആ 125 രൂപ പിടിച്ചിട്ടാണ് ആ മാസത്തെ പൈസ തന്നത്. അതുപോലെ തന്നെ കുറേ പേർക്ക് വയറിന് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ സലാഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആശ്രമം പറഞ്ഞത് ഇവിടുന്ന് അങ്ങനെ ഉണ്ടാക്കി തരാൻ പറ്റില്ല, നിങ്ങൾ തന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് ഉണ്ടാക്കിക്കൊള്ളൂ, അതിൻ്റെ സാധനങ്ങളെല്ലാം പ്രത്യേകം മേടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മചാരികൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിൻ്റെ അടുത്തൊരു റൂമുണ്ട്, അതിലാണ് ഈ പച്ചക്കറിയൊക്കെ വാങ്ങി വയ്ക്കാറ്. എന്നിട്ട് അന്തേവാസികൾ തന്നെ അത് അരിഞ്ഞ് സലാഡാക്കി തൈര് മേടിച്ച് സലാഡാക്കിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അതിന് ഈ 1000 രൂപ കൊടുക്കുന്നതിൽ നിന്നും എല്ലാവരിടത്തു നിന്നും 200 രൂപ വെച്ച് 6 മാസത്തോളം മേടിച്ചിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു ഞാനിത് കഴിക്കാറില്ല, വെറുതെ 200 രൂപ കൊടുക്കുന്നു. അങ്ങനെ പലരും പറഞ്ഞു എനിക്കിത് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 6 മാസത്തിന് ശേഷം അത് നിർത്തി. ഇത് ആശ്രമത്തിലെ അന്തേവാസികളോട് ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കും, മനസാക്ഷി മരവിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിനെ ഇല്ലാന്ന് നിഷേധിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ഈ കോടാനുകോടിയുള്ള ആശ്രമം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയിട്ടാണ് പറയുന്നത്. ഇത് നടന്ന കാര്യമാണ്. ഇനി എന്നെ തൂക്കിലേറ്റിയാലും എനിക്ക് പ്രശ്നമില്ല, ഇത് ലോകം അറിയണം. സലാഡിന് കൊടുത്തത് ഇത്രയും രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് സലാഡ് ഉണ്ടാക്കി കൊടുത്തതിന് 200 രൂപ വെച്ച് 6 മാസം മേടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂക്കത്ത് കൈവയ്ക്കും. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്, ഇത് യാഥാർത്ഥ്യമാണ്. എന്തിനിത്തരം അടിമത്തം സൃഷ്ടിക്കണം? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ധാരാളം പണമുണ്ട്, എന്നിട്ടും ഇങ്ങനെ അന്തേവാസികളെ പീഡിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു ക്രൂര മനോഭാവമല്ലേ? ഞാനിത് പറയുന്നത് തെറ്റാണോ എന്ന് ആർക്കും പോയി അന്വേഷിച്ച് നോക്കാം. സത്യം പറയുന്നവരാണെങ്കിൽ, മനസാക്ഷിയെ വഞ്ചിക്കുന്നില്ലെങ്കിൽ എല്ലാവരും പറയും ഇത് നടന്ന കാര്യമാണ്, ഇത് അവിടെ ചർച്ചയായതാണ്. ഞാൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവിടെ ബോധിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ 100 കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും ഞെട്ടിപ്പോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ. പക്ഷേ ഇത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് യാഥാർത്ഥ്യം പുറത്ത് വരണം. അത് ഏതോ ഒരു പ്രപഞ്ച ശക്തി തന്നെ എന്നെ ഇതിന് നിമിത്തമാക്കിയിരിക്കുകയാണ്. അതേ എനിക്കിതിൽ പറയാനുള്ളൂ. ഇത്ര എച്ചിയായിരുന്നു മാതാമൃതാനന്ദമയി അമ്മ. അല്ല, പല ഇൻ്റർവ്യൂവിനകത്തും മാതാമൃതാനന്ദമയി കാശിനെ കുറിച്ച്, അതായത് കാശിനൊന്നും വലിയ വാല്യൂ അതൊന്നുമല്ല, കാശൊന്നുമല്ല ഒന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസിലെ ഡയലോഗ്സ് കേട്ടിട്ടുണ്ടായിരുന്നേ. പല മക്കളും പറയും ഞാൻ ഇത്ര പ്രാർത്ഥി ടീച്ചറിനെ ഞങ്ങളെ ഒരു അനുഗ്രഹം തരുന്നില്ല, അല്ല ഗുരു എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറയും. പണം ഒരിക്കലും ആരെപ്പറ്റിയും ചിന്തിക്കുന്നില്ല. എന്നാൽ നമ്മളെപ്പോഴും പണത്തെപ്പറ്റി ചിന്തിക്കുന്നു. പണം എണ്ണുന്നതിലും കണക്കൂട്ടുന്നതും ബാങ്കിലിടുന്നതും ഷെയർ മാർക്കറ്റിലിടുന്നതും എവിടെ ഇടണോ അങ്ങനെയൊക്കെ ചിന്തിച്ച് എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ ആയിരിക്കണം നമ്മൾ. ഈശ്വരനല്ല ഗുരു നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ഇല്ലയോ എന്നല്ല ചിന്തിക്കേണ്ട. ഈശ്വരൻ നമുക്കാണല്ലോ ആവശ്യം. നമുക്ക് എത്രമാത്രം ഈശ്വരനെ സ്മരിക്കാൻ കഴിയും, ആ ധർമ്മത്തിൽ ജീവിക്കാൻ പറ്റും ഈ ജന്മം കൊണ്ട്, അതാണ് നമ്മൾ നോക്കേണ്ടത്. എന്താ വർത്താനം. എന്നിട്ട് അവിടെ 10-25 വർഷം താമസിച്ച ആളാണ് വന്നിട്ട് ഈ പറയുന്നത്. തിന്നതിനും കുടിച്ചതിനും അടക്കം കണക്ക് വെച്ചിട്ട് അവർ ഇന്ന് പൈസ മേടിക്കാറുണ്ട് എന്നുള്ളത്. അവരുടെ പേരിൽ കാശുകൾ ഇൻവെസ്റ്റ് ചെയ്യാറ്. അപ്പം അറിയാം ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കണം, ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ കുറിച്ച് ചിന്തിക്കണം, സർക്കാരിനെ എങ്ങനെ കാശ് വെട്ടിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം, എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അത് സ്വന്തം സെൽഫ് എക്സ്പീരിയൻസ് ആണല്ലോ, സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങളാണല്ലോ. ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് പറഞ്ഞു വിട്ടതാണോ ഇനി? അമ്മേ കഴിഞ്ഞിട്ടില്ല അമ്മേൻ്റെ പരിപാടികൾ. 2019 അമ്മയ്ക്ക് പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, മൗറീഷ്യസ്, സിംഗപ്പൂർ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആദ്യം തുടങ്ങുന്നത് കോഴിക്കോടാണ്. അവിടെ പ്രോഗ്രാമിന് പോകുമ്പോൾ എല്ലാവരോടും ആശ്രമത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു, എല്ലാവരുടെയും ID കാർഡ് എല്ലാവരും എടുക്കണമെന്ന്. അങ്ങനെ എല്ലാവരും ID കാർഡുമായി കോഴിക്കോടേക്ക് പോയി. അവിടെ വെച്ച് ആദ്യത്തെ പ്രോഗ്രാമിൻ്റെ ദിവസം തന്നെ എല്ലാവർക്കും ID കാർഡ് കൊടുത്തു. എന്തായിരുന്നു ID കാർഡ് കൊടുത്തത്?
എല്ലാവരുടെയും കയ്യിൽ ബ്രഹ്മചാരി നാരായണൻ, ബ്രഹ്മചാരി കൃഷ്ണൻ, ബ്രഹ്മചാരി ലക്ഷ്മണൻ ഈ രീതിയിൽ എഴുതിയ കാർഡായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ കാർഡ് മേടിച്ച് സേവക്ക് എന്ന് എഴുതിയ കാർഡ് എല്ലാവരെയും ധരിപ്പിച്ചു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് അന്തേവാസികളൊക്കെ തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. അമ്മ മൗറീഷ്യസ്, സിംഗപ്പൂർ ഇങ്ങനെ പോയി. അപ്പോൾ എൻ്റെ അടുത്തുള്ള റൂമിലെ ഒരു ബ്രഹ്മചാരി എന്നെ കാണിച്ചു, നമ്മളെയൊക്കെ സേവക്കാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ കാർഡ് കാണിച്ചു. മറ്റേ ബ്രഹ്മചാരി എന്നുള്ള കാർഡ് അവർ തിരിച്ച് മേടിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെന്താ അടിമയാണോ? ഇനി എന്തെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മയും മക്കളുമല്ലേ, തൻ്റെ മക്കളാണ് നിങ്ങളല്ലേ അമ്മ എപ്പോഴും പറയുന്നത്, നമ്മളോടൊന്ന് പറയാമല്ലോ. ഇവരെ നല്ല കാർഡ് പ്രിൻ്റ് ചെയ്ത് വെച്ച് അവിടെ കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യണ്ടല്ലോ, ആശ്രമത്തിൽ തന്നെ വിതരണം ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളെ ഒരു അടിമയാക്കി മാറ്റുമല്ലേ ചെയ്യുന്നത്. ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഞാൻ ബ്രഹ്മചാരികൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാളിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഇതൊന്നും ശരിയായ ഒരു നടപടിയല്ല, നമ്മളെ ഒരു അടിമയാക്കി മാറ്റുകയാണ്, ഇതിനെതിരെ ഞാനൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിവരം ആശ്രമത്തിലാകെ ആ കാര്യം ചർച്ചയായി. അങ്ങനെ അടുത്ത ദിവസം ഡൽഹിയിൽ ഹോസ്പിറ്റലിൻ്റെ ജോലി നോക്കുന്ന ഒരു ബ്രഹ്മചാരിയായ അദ്ദേഹം യെല്ലോ വസ്ത്രം ധരിച്ച ഒരാളാണ്. അദ്ദേഹം ഈ കാര്യം അറിഞ്ഞ് എന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. ഉണ്ടായ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് കോഴിക്കോട് വെച്ചിട്ട് ഇങ്ങനെ സേവക്ക് എന്നുള്ള കാർഡ് ധരിപ്പിച്ചു, ബ്രഹ്മചാരി എന്നുള്ള കാർഡ് ഊരി മാറ്റി, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നല്ല അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് തെറ്റാണ്, ഞാൻ അങ്ങനെയാണെങ്കിൽ നിരാകാരം കിടക്കുകയാണ്, ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിരാകാരം ഇരുന്നു. ഇയാൾ പറയുന്നത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇവൻ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത്? ഈ 250, 300 അല്ലെങ്കിൽ 500, 1000 കണക്കിന് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഒരു മഠത്തിൽ സ്വാമിയായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ സർവ് ചെയ്യുമ്പോൾ സേവകെന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു പോകും. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല. അതായത് ഈ മാതാമൃതാനന്ദമയി മഠം, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സത്യസായി ബാബേൻ്റെ പുട്ടപർത്തി, ഇവിടെയൊക്കെ പോകുന്ന ആളുകളെ ഇവർക്ക് സേവകർ അല്ലെങ്കിൽ സേവക് എന്നൊക്കെ പറഞ്ഞ് വെക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അവർ ഈ ബ്രഹ്മചാരികളാണെങ്കിൽ ബ്രഹ്മചാരികൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലുള്ള അങ്ങനെ വെച്ചാൽ മതി. ഇത് ഇവരെ സേവകർ എന്നൊക്കെ പറഞ്ഞ് ഒരു ടാഗ് വെച്ച് അതിൽ നിന്നൊരു ഇത്ര എമൗണ്ട് സംഘാടകരിൽ നിന്ന് വാങ്ങാനും അല്ലെങ്കിൽ അവർക്ക് പൈസ എന്ന് പറഞ്ഞിട്ട് മേടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ആ ഒരു ബാനർക്ക് ഇവരെ മാറ്റുന്നത്. അതവർ ചോദ്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. പിന്നെ ഈ മാതാമൃതാനന്ദമയി മഠത്തിൽ പല പ്രൊജക്റ്റുകൾക്കും ഇവർ ഈ ആളുകളെ പൈസ ഇല്ലാതെ ലേബേഴ്സിനെ ബൈപ്പാസ് ചെയ്ത് ഈ സേവനത്തിന് പോയി നിൽക്കുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ അവിടെ ഈ അന്തേവാസികളായിട്ട് പോയി നിൽക്കുന്ന ആളുകളെയാണ്. മനസ്സിലായില്ലേ? അപ്പം അവരെ കൊണ്ട് പണിയെടുക്കണം, അവർ പണിയെടുക്കാൻ റെഡിയാണ്, വേറെ കാര്യം. അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു രൂപ കൊടുക്കൂല. ഒരു രൂപ ആലോചിക്കാതെ അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാതെ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടോ പോകുന്നവരായിരിക്കില്ല. പക്ഷെ അവിടെ പൈസയാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ പിന്നെ ഓബിയസ്ലി ഇവരത് ചിന്തിക്കുന്നതിന് ഒരു തെറ്റ് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. കക്ക മുക്ക നക്കുക, അതിനൊരു ദേവി എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം അവിടെ ഓടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വീഡിയോൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, അമൃതാനന്ദമായി ചെയ്ത അത്രയെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. കോടികളൊന്നും കൊടുന്നിട്ടാ. എൻ്റെ പേരിലുണ്ടൊരു സായി, ഞാനും നാളെ വരാം മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓം സായി ബാബ എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ വേണമെങ്കിൽ വല്ല മുതുകാട് കള്ളനോ അല്ല വേറെ എവിടെയെങ്കിലും പോയിട്ട് മാജിക്കും അടിച്ചിട്ട് ഭസ്മം കൊടുത്തിട്ട് മറ്റേ ലിംഗവും തുപ്പി ഞാനും നടക്കാം ലിംഗേശ്വരനായിട്ട്. കോടികൾ കുറഞ്ഞിട്ട് ഇങ്ങനെ സ്വത്തൊക്കെ വെച്ചിട്ട് എനിക്കിതാ. എന്നിട്ട് ഞാൻ നാട്ടിലേക്ക് അവിടുന്ന് ചാരിറ്റി ചെയ്യാം. നമ്മൾ അധ്വാനിച്ച പൈസ ഒന്നുമല്ലോ ചാരിറ്റി ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ബാബയായിട്ട് ഇരുന്നുകൊണ്ട് ഞാൻ 10 ആളെ നിന്ന് പൈസ ഇങ്ങോട്ട് മേടിച്ചിട്ട് അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യും ഞാൻ ആര്? അതിന് മീഡിയേറ്റർ എന്ന് പറയും, ആണ് പരിപാടി. ഇങ്ങനെയാണ് ഇവിടുത്തെ പല ആൾദൈവങ്ങളും നന്മമരങ്ങളാവുന്നത്, അല്ലെങ്കിൽ ആയി മാറിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ നന്മമരമായി വളർന്ന പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കാണുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും മത നേതാക്കന്മാരും അവരുടെ ബ്ലാക്ക് മണി കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. മനസ്സിലായി? അത് ചാരിറ്റി ആയിട്ടും അമ്പലമായിട്ടും ഒക്കെ അങ്ങോട്ട് മാറും. പിന്നെ ചോദ്യം ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ മാതാമൃതാനന്ദൻ്റെ അടുത്ത് തന്നെ നോക്കുങ്ങൾ പോയി വണങ്ങി കുമ്പിടാത്ത ആരെങ്കിലും ഉണ്ട്? കുനിഞ്ഞ് നിൽക്കാത്ത ഒരുത്തനും ഇല്ല അവിടെ, എല്ലാം കുനിഞ്ഞിട്ടാ. ആ കുനിഞ്ഞ് നിൽക്കണതിൻ്റെ കണക്കും കഥയും പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു വീഡിയോയുടെ പ്ലേ ചെയ്യുക. ഇനിയിപ്പോൾ അത് പ്ലേ ചെയ്തില്ല എന്ന് വേണ്ട. പണ്ട് നമ്മളെ ബ്രിട്ടാസ് എടുത്ത ഇൻ്റർവ്യൂ ഉണ്ട്, ഗെയിൽ ട്രെഡ്വെൽ, അവിടുത്തെ അന്തേവാസിയായിരുന്നു, ഫോറിൻ ലേഡി. അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അമ്മയുടെ വളരെ വേണ്ടപ്പെട്ട ബോയ്സ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോയ്സ്, അതായത് സ്വാമിമാര് ഏറ്റവും അടുത്തുള്ള ശിഷ്യന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. കണ്ടു. എന്നിട്ടും അമ്മയെ ഗുരുവായിട്ട് കണ്ട് മുമ്പോട്ട് പോകണമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു?
Why did you decide? Were you afraid to come out? I was afraid to come out. അത് മാത്രമല്ല ഞാൻ വിചാരിച്ചു still I say, what you call brainwashed. You mean to say you were completely brainwashed? അത് കണ്ടപ്പോൾ I still വിചാരിച്ചു എന്തെങ്കിലും ഈ സ്വാമിമാരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും to control these men, വേറെ സ്ത്രീയുടെ പുറകെ നടക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ റാഷണലൈസ്, ഇതാ ഞാൻ പറഞ്ഞു, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും അമ്മ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശം ഉണ്ടാവായിരിക്കും. അമ്മ ഇങ്ങനെ മനസ്സിലായി, അമ്മ സെക്ഷുവൽ ഡിസയേഴ്സ് ഒന്ന് സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ വേറെ സ്ത്രീകളുടെ പുറകെ പോകും. അപ്പോൾ ആശ്രമ ദൂഷിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ഒരു കീപ് ഇറ്റ് ഇൻ ദ ഫാമിലി എന്ന് ഞാൻ ബുക്ക് എഴുതി. മനസ്സിലായി, കീപ് ഇറ്റ് ഇൻ ദ. പക്ഷെ അത്രത്തോളം ഇന്നസെന്റ് ആണോ ഗെയിൽ? അതായത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് ഗെയിലിന് അത് മനസ്സിലാക്കേണ്ട പ്രായമുണ്ട്. ബിക്കോസ് യു ഹാവ് അണ്ടർഗോൺ റിലേഷൻഷിപ്സ് അല്ലേ? എത്ര റിലേഷൻസ് പിന്നെ ഈ ആശ്രമത്തിൽ ചേരുന്നതിന് മുമ്പ് യു ഹാഡ് ബോയ് ഫ്രണ്ട്സ് ഇല്ലേ? യു ആർ ചില്ലിങ് ഔട്ട് ഇല്ലേ? ഉണ്ടായിരുന്നു. ലൈംഗിക ബന്ധത്തിൽ ആരോട് ഏർപ്പെടണം എന്നുള്ളതൊക്കെ നമ്മുടെ കൺസേൺ അല്ല. ഓക്കെ, അവിടുന്ന് ഇറങ്ങി വന്ന് കണ്ടു എന്നത്ര വ്യക്തമായിട്ട് ഈ ലേഡി എന്നോ പറഞ്ഞു വെച്ച, ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ, 10-12 വർഷങ്ങൾക്ക് മുന്നുള്ള, അന്ന് മുതലേ അലിഗേഷൻസ് ഉണ്ട്. ലഹരി ആരോപണം, ഇതുപോലത്തെ ബാക്കി പരിപാടികളുടെ ആരോപണം, പിന്നെ ദുരൂഹ മരണം, അങ്ങനെ പല സാധനങ്ങൾ മാറി ഗവൺമെൻറ്റുകൾ വരുന്നുണ്ട്, രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്, ഒരു തരത്തിലുള്ള അന്വേഷണം വരും. ഈ അന്വേഷണം വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അവിടെ നടന്ന മരണങ്ങളടക്കം അതിനും മരണത്തിനുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അതും വൈറ്റ് വാഷ് ചെയ്ത് പോയി. മണി പവർ, മസിൽ പവർ, അതാണ് സത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഈ സാമീനെ പോലെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഒരാൾ വന്നിട്ട് ഇനി ഘോരം ഇനി ഇതിലും വലിയ ബോംബുകൾ വിളിച്ചു പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. മാതാ അമൃതാനന്ദമയി മഠം എൻ്റെ പേരിലുള്ള കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് തട്ടിയെടുത്തതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നിന്നും എടുത്തിരുന്നു. അതിൻ്റെ ഒരു കോപ്പിയാണിത്. അതുപോലെ ഞാൻ അതിനെക്കുറിച്ചുള്ള പരാതി കണ്ണൂർ എസ് പിക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ കോപ്പിയാണിത്. അങ്ങനെ കണ്ണൂർ എസ് പിയാണ് അത് കരുനാഗപ്പള്ളിയേക്ക് ഫോർവേഡ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഞാൻ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയിരുന്നു. ആ മൊഴി പകർപ്പാണിത്. പിന്നെ അവിടുന്ന് മറുപടിയൊന്നും വരാതിന് ശേഷം ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ 2 ദിവസം മുമ്പ്, അതായത് മാർച്ച് 15-നോ 14-നോ തോന്നുന്നു, എൻ്റെ പരാതി തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടി വന്നിരുന്നു. അപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ പരാതി കൊടുത്തിട്ടും എവിടെയും സ്വീകരിക്കുന്നില്ല. ഞാൻ വിശദമായ മൊഴി കൊടുത്തിരുന്നു. അതുപോലെ എൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുക്കണമെങ്കിൽ ഞാൻ ആ റെസീറ്റിൽ ഒപ്പിടണം. ഞാൻ ആ റെസീറ്റിൽ ഒപ്പിട്ടിട്ടില്ല. ഇവർ വ്യാജ ഒപ്പിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിത് ഒരു പരാതിയായിട്ട് ഓംബുഡ്സ്മാന് കൊടുത്തിരുന്നു. അപ്പോൾ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് മാനേജർ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ആ പൈസ എടുത്തന്ന് തന്നെ മെസ്സേജ് കൊടുത്തിരുന്നു എന്നാണ്. ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റെതല്ല. മാത്രമല്ല, ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ മെസ്സേജ് കൊടുത്തിട്ടും ഇദ്ദേഹം ഇങ്ങനെ ഞങ്ങൾക്കെതിരെ യാതൊരു പരാതിയും തന്നിട്ടില്ല. പിന്നെ 2 മാസം കഴിഞ്ഞാണ് പരാതി തന്നിട്ടുള്ളത് എന്ന് ബാങ്ക് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ മൊബൈൽ നമ്പർ എൻ്റെ അടുത്തല്ല, അത് വ്യാജ നമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എൻ്റെ പാസ്ബുക്കിൽ നോക്കുമ്പോൾ 12 നമ്പർ വേണ്ടെങ്കിൽ ലാസ്റ്റുള്ള 4 നമ്പർ വെട്ടി മാറ്റിയിരിക്കുന്നു. ഈ നമ്പറിൻ്റെ ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊല്ലത്തുള്ള ബാങ്കിന് മെയിൽ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ വെച്ചിരിക്കുന്ന നമ്പർ വ്യക്തമല്ല. അത് 4 നമ്പർ വെട്ടി മാറ്റിയിരിക്കുന്നു. എന്തോ ഒരു ബിനാമിക്ക് വേണ്ടി എന്തോ ചെയ്തതാണത്. ഈ വ്യക്തി കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വ്യക്തി ഒരു തരത്തിലുള്ള പ്രൂഫുകളും കാണിച്ചിട്ടില്ല കേസ് കൊടുത്തതിൻ്റെ ബാക്കി പരിപാടിൻ്റെ. ഇതിലിപ്പോൾ അക്കൗണ്ടിൻ്റെ പ്രൂഫ്,
അതുപോലെ തന്നെ കേസ് കൊടുത്തതിൻ്റെ പ്രൂഫ്, FIR ആയിട്ടില്ല കേട്ടോ, കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പ്രൂഫൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഗുഡ്, നന്നായി. കാരണം ഈ വ്യക്തി അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്നുവെന്നോ, ഇയാൾ മാനസികമായിട്ട് സ്റ്റേബിൾ അല്ലാന്നോ, ഇയാളൊരു കള്ളനാണെന്നോ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അമൃതാനന്ദമയി ഫാൻസ്, സോ കോൾഡ് ഫാൻസിന് വേണമെങ്കിൽ പറഞ്ഞിറങ്ങാം, അല്ലെങ്കിൽ മഠത്തിന് തന്നെ പറഞ്ഞിറങ്ങാം. പക്ഷെ കൃത്യമായിട്ട് പോലീസിനടക്കം കൊടുത്തതിൻ്റെ രേഖകൾ ഇയാളെ കൈവശം ഉള്ളത് കൊണ്ട് നന്നായി. പക്ഷേ ഇത് കൊടുക്കൽ മാത്രമേ നടക്കൂ, വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാനിങ്ങനെ ഈ മാതാമൃതാനന്ദമയിൻ്റെ സെറ്റപ്പ് എന്താ നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു മീഡിയ പണ്ട് നടത്തിയൊരു സ്റ്റിങ് ഓപ്പറേഷൻ. ഓക്കെ, അതിനകത്ത് ഈ ടാക്സ് വെട്ടിപ്പോയിട്ടുള്ള കുറച്ച് പരിപാടികൾ, മാതാമൃതാനന്ദമയി ബാക്ക്ഗ്രൗണ്ടിൽ ആ വ്യക്തിയുടെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് അന്ന് മീഡിയ വൺ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് നിയമമില്ല, 2009 തൊട്ട് നിയമമുണ്ട്. അപ്പോഴാണ് വന്നത്. എന്നിട്ട് നിയമം വന്നെങ്കിലും സ്റ്റേ കൊടുത്തില്ല. 2011 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു നിയമത്തിൽ. 2011 കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ രീതിയിലാണ് വന്നത്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സ്റ്റേ കൊടുത്തില്ല, ചിലപ്പോൾ സ്റ്റേ കൊടുത്തു, ചില അടച്ചില്ല. അപ്പൊ സ്റ്റേ വെച്ചുകൊണ്ടാണ് അത് വെച്ചാണ് ഇവരിരുന്നത്. 2009 ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2009 ഗവൺമെന്റ് രണ്ടാമത് 2011 തൊട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്താൽ മതി. 2011 തൊട്ട് പോലും അടക്കത്തില്ല. അടച്ചു 5 ബിൽഡിങ്ങുകളിൽ മാത്രമേ അടക്കത്തുള്ളൂ. കുഞ്ഞു മറ്റേതിന് 5 ബിൽഡ് ബാക്കിയുള്ളത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കണം. ഈ സുനാമിക്ക് ഏറ്റവും വെളുപ്പ് ഈ 3 വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴും ഈ ചുറ്റുപാടൊക്കെ വീട് വയ്ക്കാൻ വേണ്ടി നമുക്കിപ്പോ ഒരു സ്റ്റേഡിയം കെട്ടുന്നു. സ്റ്റേഡിയം കെട്ടാൻ നേരത്ത് നമുക്ക് കുറച്ച് ഷെഡുകൾ കെട്ടാം, സാധനങ്ങൾ സൂക്ഷിക്കാം, അത് ചെയ്യുമല്ലോ. അപ്പൊ അതിനു വേണ്ടി അതുപോലുള്ള തൽക്കാല കുറെ ഷെഡുകള് പോളോ ബ്ലോക്ക് എടുക്കാൻ ഉണ്ടാക്കാനും മറ്റുള്ള വെച്ചുണ്ടാക്കാനും ഈ സുനാമിക്ക് വേണ്ടി കുറച്ച് ചെയ്തു. അത് നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പൊ അതൊക്കെ പെട്ടെന്ന് അതിനൊക്കെ ടാക്സ് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നതും തെറ്റുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ സമൂഹത്തിൽ വേറെ എന്തെല്ലാം ഉണ്ടായിട്ട് ഇത്രയും ആ ചുറ്റുപാടത്ത് തന്നെ എത്രയോ പേർക്ക് ചികിത്സയാകട്ടെ, ഓവർഷിപ്പായിട്ട് നിങ്ങൾ നല്ലതൊന്നും മക്കൾ പറഞ്ഞില്ല. നല്ലതും പറയുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. ഈ ക്ലാപന ഗ്രാമപഞ്ചായത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഏറ്റവും ശോചനീയാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കോളനിയുണ്ട്, നിർമ്മതി കോളനി. അത് 86 അനന്തപുരം ജില്ലാ കളക്ടറായിട്ട് ഇരുന്ന സമയത്ത് പറഞ്ഞ കോളനിയാണ്. ആ കോളനി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശോചനീയാവസ്ഥ, കേരളത്തിലെ തന്നെ ഏറ്റവും ശോചനീയാവസ്ഥ കോളനിയാണ്. ഇപ്പൊ നിയമപരമായി ലഭിക്കേണ്ട ടാക്സ് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ക്ലാപന ഗ്രാമപഞ്ചായത്ത് ലഭിക്കുകയാണെങ്കിൽ ആ കോളനി അവിടെ നിന്നില്ലേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആകെ 10 ലക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ആ സ്ഥലത്ത് എത്ര കോടിയാണ് ഈ ചുറ്റുപാട് അക്കരയും കൊണ്ട് കൊടുക്കുന്ന മോനറിയാം, എത്ര കോടിയാണ്. അല്ല നിങ്ങൾക്ക് പറയുന്നത് സ്ഥാപനത്തിൽ ഒരു സ്ഥാപനം കുഞ്ഞ് ഇത് നമുക്ക് ജാതി തരുന്നില്ല, മതം തരുന്നില്ല. അത് മക്കൾ ചിന്തിക്കണം. ഇപ്പൊ നമുക്ക് മറ്റുള്ള പല പല മതങ്ങളുള്ള സ്ഥാപനങ്ങളുണ്ട്, അവരും ആരും അടച്ചിട്ടില്ല. നിങ്ങൾ ഇവയ്ക്ക് എത്ര ലക്ഷ്യങ്ങൾ എടുത്തു തരാം. നമ്മുടെ മാത്രം മക്കൾ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഈ മടത്തി ഒന്നും ചോദിച്ചു മേടിക്കുകയും പിരിക്കുകയില്ല. ഇത്രയും ഈ ലോക്കൽ തന്നെ ഇത്രയും വീടുകൾ വെച്ച് കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും സ്കോളർഷിപ്പ് കൊടുക്കുകയും ചെയ്തു. ഏത് മതങ്ങളൊക്കെ ചെയ്തു? അതൊക്കെ മക്കളെ പറയാ. ഏത് നമുക്ക് അംഗത്വമില്ല, ജാതി അംഗത്വമില്ല, സംഘടന അംഗത്വമില്ല, അതുപോലെ ഇവിടെ ജനങ്ങളിൽ വരുന്നവരെ അംഗത്വമില്ല. അപ്പൊ അത്രയും സേവ് ചെയ്തിട്ട് അങ്ങനെയുള്ള ചെയ്യരുത്. ഈ കുട്ടികൾ ഏറ്റവും വെളുപ്പും ജോലി ചെയ്യുന്നതാണ്. അവർ ചുമ്മാ ഇരുന്ന് കഴിക്കുന്നവരല്ല. ഇരുട്ടും വെളുപ്പും എവിടെ പോകുന്നു. ഇപ്പൊ ശബരിമലയ്ക്ക് തീട്ടം വേണമെന്ന് അവർ പോവും, ഓടിയെന്ന് വരാൻ പോവും. പക്ഷെ അതൊക്കെ നിങ്ങൾ ചിന്തിക്കണേ കുട്ടികള്. അല്ല, ഈ നമ്മുടെ പഞ്ചായത്തിലും മാലിന്യ പ്രശ്നമുണ്ട്. പഞ്ചായത്തിലും മാലിന്യ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ പാടശേഖരങ്ങൾ നടത്തപ്പെടുന്നത് എന്തോ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് ആണെന്ന് തോന്നുന്നു. സംഗതി എന്താണെങ്കിലും അതിനെ കുറിച്ചിട്ടാണ്, മഠത്തിന്റെ ടാക്സ് വെട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റിങ് ഓപ്പറേഷൻ ആയിട്ടാണ് ഈ സാധനം അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തിപ്പോൾ ഞാൻ പറഞ്ഞത് അത് മീഡിയ വണ്ണിൽ അന്ന് വന്നതാണ്. അതിനകത്ത് കേൾക്കുന്ന ശബ്ദം ഇപ്പോൾ അമ്മയുടേതാണോ എന്താ പരിപാടി എന്നുള്ളതിന് ക്ലാരിറ്റിയൊക്കെ അന്ന് അവർ കൊടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ആരും ഇത് ഒന്ന് ചോദ്യം ചെയ്തിട്ടില്ല, അതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ഉണ്ടായെന്നുള്ളതാണ് തോന്നുന്നത്. വോട്ടെവർ. ഇപ്പോൾ ഒരു വ്യക്തി ജീവനോടുകൂടി വന്നിരുന്ന്, ഇതിനു മുമ്പ് ആളുകൾ ജീവനോടുകൂടി വന്നിട്ട് ഇതേപോലെ ഇതിലും വലിയ ആരോപണങ്ങൾ നേരത്തെ കേട്ട പോലെയൊക്കെ മഠത്തിനെതിരെ കൊടുത്തിട്ടുണ്ട്, അമ്മയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും എവിടെ എത്തുന്നില്ല. മനസ്സിലായോ? ഇനി എത്തിയാൽ തന്നെ ആകെ കേൾക്കാനുള്ളത് ഇതൊന്നും അവിടെ നടന്നതല്ല, ഇങ്ങനൊരു സംഗതി അവിടെ സംഭവിച്ചിട്ടില്ല. ധർമ്മസ്ഥല പോലെ അങ്ങനെയാണ്, എല്ലാം അങ്ങോട്ട് ഒന്നും ഇല്ലായ്മയിലേക്കാണ്ട് മാഞ്ഞു പോകും. അതൊരു പ്രത്യേകതയാണ്. ചോദ്യം ചെയ്യാൻ ആർജവമില്ലാത്ത, അല്ലെങ്കിൽ മണി പവർ, മസിൽ പവറിൻ്റെ മുകളിൽ, പൊളിറ്റിക്കൽ പവറിൻ്റെ മുകളിൽ ആളുകളെ സൈഡാക്കാം, ഏതൊരുത്തിനെയും വരട്ടാം എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇവരൊക്കെ വളർന്നത്. മനസ്സിലായോ? പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്.
തീർക്കാം, ചോദ്യം ചെയ്യുന്നവരൊക്കെ തീർത്ത് കളയാനൊക്കെ പറ്റും. പക്ഷെ പണ്ടത്തെ പോലെയല്ല, കാലം ഒരുപാട് മാറി. അങ്ങനെ ഒരുത്തന്നെ തീർത്ത് കളഞ്ഞിട്ട് കയ്യും വീശി നടക്കാൻ പറ്റുന്ന കാലമൊന്നുമല്ല. അപ്പോൾ മാതാമൃതാനന്ദമയി മഠത്തിൻ്റെ ബാക്കി എപ്പിസോഡുകൾ ഈ വ്യക്തി ഇടുമ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ ആരോപണങ്ങളും ഇതിൻ്റെ ദുരൂഹതകളും ഒക്കെ കുറച്ചും കൂടി പുറത്തു വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ലെറ്റ്സ് സീ. എന്താണെങ്കിലും കോർപ്പറേറ്റ് ദേവി അവിടെ നടക്കുന്ന പരിപാടികൾ എല്ലാ കാലത്തൊന്നും പൂഴ്ത്തി വയ്ക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലുമൊക്കെ അതൊക്കെ പുറത്ത് വരണമല്ലോ, അല്ലെങ്കിൽ വന്ന കാര്യങ്ങളുടെ മുകളിലൊരു ഓഡിറ്റ് വരണമല്ലോ. എന്താണെങ്കിലും മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളും രാഷ്ട്രീയക്കാരും ഇതിൽ തൊടാൻ പോണില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ജനങ്ങൾ കുറച്ച് പേരെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഇതേപോലുള്ള ആൾ ദൈവങ്ങൾ നമ്മളെ ചുറ്റും ഇരുന്ന് ഇവിടെ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ടാക്സൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. അവർക്കൊക്കെ എത്ര വേണേൽ തട്ടിക്കാൻ വെട്ടിക്കാം, ഒരു വിഷയമുള്ള കേസേ അല്ല. നമുക്ക് അങ്ങനെയാണ്.